ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ജെൻസി വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ വിജയമാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ ആ പ്രക്ഷോഭത്തിന് ശേഷം ഉയർന്നുവരുന്ന മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിൽ മുസ്ലിമുകൾ പങ്കെടുത്തപ്പോൾ ചിലയിടങ്ങളിൽ അവരുടെ മേൽ അധിക പരിശോധനയും നിയമ നടപടികളും ഉണ്ടായെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അഭിപ്രായ ലേഖനമാണ് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ജെൻസി നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതപരമായ ചർച്ചകളിലേക്ക് വഴിമാറാതെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ്. സോഷ്യൽ മീഡിയയുടെയും സ്വതന്ത്ര മാധ്യമങ്ങളുടെയും സഹായത്തോടെ പരീക്ഷാ ക്രമക്കേടുകളും സർക്കാർ ഉത്തരവാദിത്വവും തന്നെയായിരുന്നു പ്രക്ഷോഭത്തിന്റെ പ്രധാന വിഷയം. എന്നാൽ പ്രക്ഷോഭം അവസാനിച്ചതിനു ശേഷം ചില സംഭവങ്ങൾ ആശങ്ക ഉയർത്തുന്നുവെന്നാണ് മാധ്യമങ്ങളിലെ ചില ലേഖനങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് മുഹമ്മദ് ജുനൈദ് എന്ന വ്യക്തിയുടെ സംഭവമാണ്. ഡൽഹിയിലെ സമരക്കാർക്ക് ആദ്യ ദിവസം മുതൽ സൗജന്യ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്ത ആളാണ് മുഹമ്മദ് ജുനൈദ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് മുമ്പ് തന്നെ ആ ഭക്ഷണത്തിന്റെ ധനസഹായത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നീട് ജുനൈദിനെ ഡൽഹിയിൽ തടഞ്ഞ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചതായും പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ ജുനൈദ് തന്റെ കുടുംബത്തെ പോലീസ് ഉപദ്രവിച്ചെന്ന് ആരോപിച്ചപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ ആ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ വ്യത്യസ്ത അവകാശവാദങ്ങൾ നിലനിൽക്കുന്നു. ലേഖനത്തിൽ മറ്റൊരു ഉദാഹരണമായി അസമിലെ 3 മുസ്ലിം യുവാക്കളുടെ അറസ്റ്റും ചൂണ്ടിക്കാണിക്കുന്നു. CJP പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് ലേഖനം പറയുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്നാലെ ചിലരോട് കേസെടുത്തെന്നും പുതുതായി കൊണ്ടുവന്ന ഗൂണ്ട ആക്ട് പ്രകാരം ചിലരെ അറസ്റ്റ് ചെയ്തെന്നും ലേഖനം പരാമർശിക്കുന്നുണ്ട്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും മുസ്ലിംകളായിരുന്നുവെന്നാണ് അതിലെ വാദം. എന്നാൽ ഇത്തരം നടപടികളുടെ നിയമസാധുത സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ കോടതികളുടേതായിരിക്കുമെന്നും ലേഖനം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ മാധ്യമ ലേഖകൻ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നു. ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തിൽ മുസ്ലിംകൾ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ചർച്ചയുടെ കേന്ദ്രം അവരുടെ മതപരമായ തിരിച്ചറിയലാകുന്നത്? പ്രതിഷേധത്തിന്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് ആ ചോദ്യം. ഇതിന് ഉദാഹരണമായി 2012 ഡൽഹി കൂട്ടബലാത്സംഗ കേസിന് ശേഷമുള്ള രാജ്യവ്യാപക പ്രതിഷേധവും ലേഖനം ഓർമ്മിപ്പിക്കുന്നു. അന്ന് തെരുവിലിറങ്ങിയവരോട് അവരുടെ മതം എന്താണെന്ന് ആരും ചോദിച്ചില്ല. അവർ ഇന്ത്യയിൽ പൗരന്മാരെന്ന നിലയിൽ പ്രതിഷേധിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് അതേ മാനദണ്ഡം എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന ചോദ്യമാണ് ലേഖകൻ ഉന്നയിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നും ലേഖനം ചോദിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ സംശയത്തോടെ ഭയത്തോടെയോ സമീപിക്കുമെന്ന ധാരണ വളർന്നാൽ അവർ പൊതുജീവിതത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്നും അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലെന്നും ഈ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നു. അതിനാൽ അടുത്ത തലമുറയുടെ ഏറ്റവും വലിയ പരീക്ഷ ഇനി പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം മാത്രമല്ല, വിദ്വേഷ രാഷ്ട്രീയത്തെ അതിജീവിച്ച് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സുരക്ഷിതമായ ജനാധിപത്യ ഇടം സൃഷ്ടിക്കാനാകുമോ എന്നതാണ് ചോദ്യം. ഒരു പ്രമുഖ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിപ്രായ ലേഖനത്തിലെ പ്രധാന വാദങ്ങളുടെ സംഗ്രഹമാണിത്. അതിലുള്ള അഭിപ്രായങ്ങൾ ലേഖകന്റേത് മാത്രമല്ല, അദ്ദേഹം കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അവ സ്ഥാപിത വസ്തുക്കളല്ലെന്ന് ചിലർ പറയുമെങ്കിലും അത് തെറ്റാണ്. ഒരു വിശകലന കാഴ്ചപ്പാടെന്ന നിലയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഇന്ത്യയുടെ സത്യമാണ്. സർക്കാരിനെതിരെ വരുന്ന ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ അവർ നേരിടുന്നത് 2 വഴിയിലൂടെയാണ്. ഒന്ന്, മാധ്യമങ്ങളെ തങ്ങളുടെ പക്കലാക്കി. ഇവരെ വിളിക്കുന്നത് ഗോദി മീഡിയ എന്നാണ്. അവർ സർക്കാരിന് വേണ്ടി അവരുടെ നരേറ്റീവുകൾ പടച്ചുവിടുന്നു. രണ്ടാമത്, ഹിന്ദു മുസ്ലിം വിദ്വേഷം പടർത്തിയാണ് അവർ ഓരോ സമരത്തെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഈ സമരത്തിൽ അതൊന്നും വിലപ്പോയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.